Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കേരള PSC KFC അസിസ്റ്റന്റ് എക്സാം സെപ്റ്റംബർ 13 നടക്കാൻ പോവാണ്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി 75 ചോദ്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ഇന്നത്തെ വീഡിയോയിൽ നെക്സ്റ്റ് ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് ടാക്സ് സബ്ജക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനും സാധിക്കും. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC പോസ്റ്റുകളെ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും നേരെ ഡിസ്കഷനിലോട്ട് കിടക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 76 നമുക്ക് നെക്സ്റ്റ് കിടക്കണ്ടേ. ക്വസ്റ്റ്യൻ ഇതാണ്: അണ്ടർ സെക്ഷൻ 54B വിച്ച് വൺ ഓഫ് ദി ക്യാപിറ്റൽ ഗെയിൻ ഈസ് എക്സംപ്റ്റഡ് ഫ്രം ടാക്സ്. അപ്പോൾ 54B ക്യാപിറ്റൽ ഗെയിനിലുള്ള സെക്ഷൻ ആണ്. അത് പ്രകാരം ഏത് ഐറ്റം ആണ് നമുക്ക് എക്സംപ്റ്റഡ് ആയിട്ട് കിട്ടുന്നത് നമുക്ക് നോക്കാം. നമ്പർ 1 പറഞ്ഞിരിക്കുന്നത് ക്യാപിറ്റൽ ഗെയിൻ അറൈസിങ് ഓൺ ദി ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി യൂസ്ഡ് ഫോർ റെസിഡൻസ്. ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ലഭിക്കുന്ന എക്സംഷൻ അത് ഏത് സെക്ഷൻ? 54 ആണ്. 54 ആണ് വരുന്നത്. 54. നെക്സ്റ്റ്, ക്യാപിറ്റൽ ഗെയിൻ ഓൺ കമ്പൽസറി അക്വിസിഷൻ ഓഫ് ലാൻഡ്സ് ആൻഡ് ബിൽഡിങ്സ്. അതേതാ കമ്പൽസറി അക്വിസിഷൻ? 54D ആണത്. 54D ആണ്. ദെൻ ക്യാപിറ്റൽ ഗെയിൻ അറൈസിങ് ഫ്രം ദി ട്രാൻസ്ഫർ ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ്. അതേതാ? അതാണ് 54B. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റും കൂടി നോക്കാം. ക്യാപിറ്റൽ ഗെയിൻ അറൈസിങ് ഫ്രം ദി ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ഇൻ ദി കേസ് ഓഫ് ഷിഫ്റ്റിംഗ് ഓഫ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഫ്രം അർബൻ ഏരിയ. അർബൻ ഏരിയയിൽ നിന്ന് ഉള്ള ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് അതേതാ? 54G ആണ് വരുന്നത്. 54G. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിൽ ആൻസർ. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 77. Mrs. X is getting a family pension of rupees 30,000 per annum. The taxable amount of family pension is. ഈസി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ പെൻഷൻ കിട്ടുന്നത് ഇപ്പോൾ 30,000 ആണ്. നമുക്ക് ടാക്സബിൾ എമൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫാമിലി പെൻഷൻ ഇൻകം ഫ്രം അതർ സോഴ്സസ് ആണ് ഹെഡ് വരുന്നത്. അപ്പോൾ അതിൻ്റെ തിയറി എന്താണ്? 2 ഐറ്റംസിൽ ലീസ്റ്റ് എത്രയാണോ, ഏതൊക്കെയല്ല 2 പോയിന്റ്, അത് നമുക്ക് ആക്ച്വൽ എമൗണ്ടിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ഇതിൽ നമ്പർ 1 എന്ന് പറയുന്നത് rupees 15,000 ആണ് പെർ ആനം. നമ്പർ 2 1/3 ഓഫ് ഫാമിലി പെൻഷൻ എമൗണ്ട്. ഇത് രണ്ടിലെ ലീസ്റ്റ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ 15,000 1/3 ഓഫ് ഫാമിലി പെൻഷൻ എന്ന് പറയുമ്പോൾ 1/3 ഇൻറ്റു 30,000 എത്രയാ? 10,000. സോ ഇതിൽ ലീസ്റ്റ് എത്രയാ? 2 10,000 ആണ് എക്സംപ്റ്റഡ് വരാം. സോ ഫാമിലി പെൻഷൻ എമൗണ്ട് വരുന്നത് 30,000 റുപ്പീസ് ആണ്. സോ 30,000 മൈനസ് എക്സംപ്റ്റഡ് 10,000 ഈസ് ഈക്വൽ ടു 20,000 റുപ്പീസ് ആണ് ടാക്സബിൾ എമൗണ്ട് ഓഫ് ഫാമിലി പെൻഷൻ വരാം. ഓപ്ഷൻ സി ആണ് ആൻസർ. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, 30,000 നിന്ന് നമുക്ക് എക്സംപ്റ്റഡ് കണ്ടുപിടിക്കണം. എക്സംപ്റ്റഡ് കണ്ടുപിടിക്കാൻ നമുക്ക് 2 പോയിന്റ് ആണ് വരുന്നത്. ഐദർ 15,000 per annum or 1/3 ഓഫ് ഫാമിലി പെൻഷൻ വിച്ച് എവർ ഈസ് ലോവർ ആണ് എക്സംപ്റ്റഡ്. അപ്പോൾ നമുക്ക് എക്സംപ്റ്റഡ് കിട്ടി 10,000 റുപ്പീസ്. അത് നമ്മൾ 30,000 നിന്ന് സബ്ട്രാക്ട് ചെയ്തപ്പോൾ ടാക്സബിൾ എമൗണ്ട് കിട്ടി. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 78. ദി ഡിഡക്ഷൻ അലൗബിൾ അണ്ടർ സെക്ഷൻ 80GG ഓഫ് ഇൻകം ടാക്സ് ആക്ട് to an individual having the following income. 80GG നമുക്ക് കിട്ടുന്നത് നമ്മൾ റെന്റ് പേ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിഡക്ഷൻ ആണ്. നമുക്ക് HRA ഇല്ലാത്ത പക്ഷം നമുക്ക് കിട്ടുന്നതാണ് 80GG പ്രകാരം. സോ ബിസിനസ് ഇൻകം പറഞ്ഞിട്ടുണ്ട് അവരുടെ 2,95,000. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് rupees 5,000.
അപ്പോൾ ഇത് രണ്ടും ഇൻകം ആണ്. റെന്റ് പെയ്ഡ് ബൈ ഹിം ഫോർ എ ഹൗസ് ഓക്യുപ്പൈഡ് ബൈ ഹിം ഫോർ ദി പർപ്പസ് ഓഫ് ഹിസ് റെസിഡൻസ് ഈസ് ₹6,500 പെർ മന്ത്. അപ്പോൾ റെന്റ് പേ ചെയ്യുന്നതിന് കിട്ടുന്ന ഡിഡക്ഷൻ ആണ് ഈ പറയുന്ന GG. Then he deposited during the year ₹50,000 in PPF. PPF-ൽ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ 50,000 ഡിപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ലഭിക്കുന്ന ഡിഡക്ഷൻ എമൗണ്ട് എത്രയാണെന്നുള്ളതാണ് നോക്കണ്ടേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു കാൽക്കുലേഷൻ ഉണ്ട്. ശരിക്കും ഇങ്ങനത്തെ കാൽക്കുലേഷൻ വരുമ്പോൾ ചെറിയ ടൈം കൺസ്യൂമിങ് ആണ്. ഇതിൻ്റെ തിയറി എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ സാധിക്കും. 3 പോയിന്റ്സിൽ ലീസ്റ്റാണ് നമുക്കിതിൽ എക്സംഷൻ അല്ലെങ്കിൽ ലഭിക്കുക, ഡിഡക്ഷൻ ലഭിക്കുക. അതിൽ നമ്പർ 1 പോയിന്റ് എന്ന് പറയുന്നത് ₹5,000 പെർ മന്ത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ആനം ഇൻറ്റു 12 നമുക്ക് ചെയ്താൽ 60,000 കിട്ടും. 5,000 ആണ് പെർ മന്ത് വരുന്നത്. ആണ് നമ്പർ 1. ഇതിൽ ലീസ്റ്റ് ആണ് കേട്ടോ കൊടുക്കേണ്ടത്. നമ്പർ 2 25% ഓഫ് ടോട്ടൽ ഇൻകം എത്രയാണെന്ന് നോക്കണം. ഈ ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുമ്പോൾ അത് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം ആണ് നമുക്ക് വേണ്ടേ. അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്പർ 3 റെന്റ് പെയ്ഡ് ഓവർ മൈനസ് 10% ഓഫ് ടോട്ടൽ ഇൻകം. ഈ 3 പോയിന്റിൽ ലീസ്റ്റ് ആണ് വരിക ആൻസർ, ലീസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് 60,000, അത് ഫിക്സ്ഡാ. രണ്ടാമത് 25% ഓഫ് ടോട്ടൽ ഇൻകം ആണ്. ടോട്ടൽ ഇൻകം എന്ന് പറയുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം ആണ് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ? ആദ്യം നമുക്ക് ടോട്ടൽ ഇൻകം എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ 2 ഇൻകം ഇവിടെ വന്നിട്ടുണ്ട്, ബിസിനസ് ഇൻകം. അപ്പോൾ ടോട്ടൽ ഇൻകം എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം GTI എത്ര വരും? ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 2,95,000 ബിസിനസ് ഇൻകം വരുന്നുണ്ട്. പിന്നെ ഇൻട്രസ്റ്റ് അതർ സോഴ്സിന് ഒരു 5,000 റുപ്പീസും കൂടിയും 5,000 തന്നെയല്ലേ, ലെറ്റ് മീ ചെക്ക്. 5,000 റുപ്പീസ് ഇൻട്രസ്റ്റും വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 3 lakh റുപ്പീസ് നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം വരുന്നു. 3 lakh റുപ്പീസ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ദെൻ നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ടോട്ടൽ ഇൻകം ബിഫോർ ടേക്കിംഗ് 80 GG ആണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ നെക്സ്റ്റ് ഡിഡക്ഷൻ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം, അത് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് 80 GG അഡ്ജസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പുള്ള ടോട്ടൽ ഇൻകം നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ PPF-ലോട്ട് 50,000 റുപ്പീസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് 80C ആണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് മൈനസ് 80C പ്രകാരം PPF 50,000 വരുന്നുണ്ട്. സോ 2,50,000 റുപ്പീസ് ആണ് നമുക്ക് ടോട്ടൽ ഇൻകം ബിഫോർ ഏത് വരാ 80 GG വരാ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബേസിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 25% ഓഫ് ടോട്ടൽ ഇൻകം എന്ന് പറയണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് നമുക്ക് 60,000 രൂപ കിട്ടി, 5,000 × 12. സെക്കൻഡ് പോയിന്റ് 25% ഓഫ് 2,50,000 റുപ്പീസ് എന്ന് പറയുമ്പോൾ എത്ര വരും? 62,500 വരും. നമ്പർ 3 ദെൻ റെന്റ് പെയ്ഡ് എന്ന് പറയുന്നത് പെർ മന്ത് 6,500 ആണ്. സോ 6,500 × 12 78,000 റുപ്പീസ് ആണ് റെന്റ് പെയ്ഡ് വരുന്നത്. മൈനസ് 10% ഓഫ് ടോട്ടൽ ഇൻകം എത്ര വരും? 2,50,000 × 10% 25,000 റുപ്പീസ് വരും. സോ 78,000 മൈനസ് 25,000 53,000 റുപ്പീസ് ആണ് മൂന്നാമത് വരുന്നത്. സോ 3 പോയിന്റ്, നമ്പർ 1 60,000, നമ്പർ 2 62,500, നമ്പർ 3 53,000. ലീസ്റ്റ് എമൗണ്ട് ആണ് നമുക്ക് ഡിഡക്ട് ചെയ്യാൻ സാധിക്കുക 80 GG പ്രകാരം. ആൻസർ എത്ര വരും? 53,000 റുപ്പീസ്. അതാണ് ആൻസർ കേട്ടോ.
സോ നമുക്ക് ചെക്ക് ചെയ്യാം. 53,000. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 79. ദി ടാക്സബിൾ ഇൻകം ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഡ്യൂറിംഗ് പ്രീവിയസ് ഇയർ 2021 to 2022 ഈസ് rupees 4,35,000. ദി റിബേറ്റ് അവൈലബിൾ ടു ഹിം അണ്ടർ സെക്ഷൻ 87A. അപ്പോൾ റിബേറ്റ് എപ്പോഴാണ് ലഭിക്കുക? 5 lakhനേക്കാൾ താഴെയാണ് ഒരു വ്യക്തിയുടെ ഇൻകം എങ്കിൽ, ടോട്ടൽ ഇൻകം വരുന്നതെങ്കിൽ നമുക്ക് 87A പ്രകാരം റിബേറ്റ് ക്ലെയിം ചെയ്യാൻ സാധിക്കും അല്ലേ? അപ്പോൾ ഇതിൽ എത്രയാണ് റിബേറ്റ് എമൗണ്ട് വരാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എത്രയാണ് ഇൻകം വരുന്നത്? 4,35,000 rupees ആണ്. അപ്പോൾ അപ് ടു 2,50,000 വരെ നില്ലാണ് അറിയാം. 2,50,000 to 5 lakh 5% ആണ് വരിക സ്ലാബ് പ്രകാരം. ഇവിടെ 4,35,000 ആണ്. അപ്പോൾ 2,50,000 to 4,35,000 എന്ന് പറയുമ്പോൾ ഡിഫറൻസ് 1,85,000 rupees ആണ് വരിക. ഇതിനകത്തിൻ്റെ 5% എമൗണ്ട് വരുന്നത് 9,250 rupees ആണ് വരുന്നത്. സോ ഇതാണ് ആക്ച്വലി ടാക്സബിൾ എമൗണ്ട് വരെ 5% വരുമ്പോൾ. ബട്ട് 87A പ്രകാരം നമുക്കറിയാം 5 ലക്ഷം വരെ എന്ന് വെച്ചാൽ 12,500 രൂപ വരെ ടാക്സബിൾ എമൗണ്ട് ആയിട്ടുള്ളത് നമുക്ക് റിബേറ്റ് പ്രകാരം 87A റിബേറ്റ് പ്രകാരം നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 9,250 നമുക്ക് ഡിഡക്റ്റബിൾ എമൗണ്ട് ആണ്. സോ ആൻസർ ഇവിടെ 9,250 ഓപ്ഷൻ ബി ആണ് ആൻസർ. Mr. Kumar spent an amount of rupees 1,10,000 during the previous year 2021 to 22 for the maintenance and medical treatment of his brother who is severely disabled and dependent on him. How much is the deduction available under section 80DD to him? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സിവിയർലി ഡിപ്പെൻഡൻറ്റ് ഡിസേബിൾഡ് ബ്രദറിനാണ് എത്ര എമൗണ്ട് ഡിഡക്ഷൻ കിട്ടും 80DD പ്രകാരം? ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ തിയറി ഇതാണ്. 40%-നും 80%-നും ഇടയിൽ ഡിസേബിൾഡ് ആണെങ്കിൽ 75,000 രൂപ ഫിക്സഡ് ആയിട്ട് ഡിഡക്ട് ചെയ്യാം. ദെൻ 80% അബവ് സിവിയർ ഡിസബിലിറ്റി ആണ് എങ്കിൽ എമൗണ്ട് ഫിക്സഡ് ആണ് 1,25,000 നമുക്ക് ഡിഡക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. സോ ഇതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇന്ന് 5 ചോദ്യങ്ങൾ ടാക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ടാക്സിൻ്റെ 10 ചോദ്യങ്ങളും ഇന്നലെയും ഇന്നുമായിട്ട് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 81 മുതലുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. മാർക്കറ്റിംഗ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.